വിയറ്റ്നാം യുദ്ധഭീകരതയുടെ പ്രതീകമായ വിഖ്യാത ചിത്രം അത് നിക് വുഡ് പകർത്തിയതല്ലേ? ഫോട്ടോയെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കെ ഫോട്ടോയിൽ നിന്ന് ഫോട്ടോഗ്രാഫർ നിക് വുഡിന്റെ പേര് ഒഴിവാക്കിയിരിക്കുകയാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷൻ. യഥാർത്ഥ ഫോട്ടോഗ്രാഫറെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 1972 വിയറ്റ്നാമിൽ അമേരിക്ക വർഷിച്ച ബോംബിൽ നിന്ന് കരഞ്ഞുകൊണ്ടോടി രക്ഷപ്പെടുന്ന 9 വയസ്സുകാരിയുടേതാണ് നിക്കിനെ ലോകമറിയാൻ കാരണമായ ഈ ചിത്രം. എല്ലാ കാലത്തും ലോക മനസാക്ഷിയെ ഉലയ്ക്കുന്ന ചിത്രം. 1973 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരവും 21-ാം വയസ്സിൽ പുലിറ്റ്സർ പുരസ്കാരവും നിക് വുഡിന് നേടിക്കൊടുത്ത ചിത്രം. 73 ജനുവരിയിൽ ദ സ്ട്രിങ്ങർ എന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതോടെയാണ് ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ തുടങ്ങിയത്. 1972 ജൂണിലാണ് AP നാപ്പാം പെൺകുട്ടികളുടെ ചിത്രം പ്രസിദ്ധീകരിച്ചത്. NBC ചാനലിന്റെ ഡ്രൈവറായിരുന്ന ഗുയൻ താൻ ഗെയാണ് ആ ഫോട്ടോ എടുത്തതെന്ന് ദി സ്ട്രിങ്ങർ എന്ന ഡോക്യുമെന്ററി ആരോപിച്ചു. $20 ഗുയൻ താൻ ഗെ APക്ക് ഫോട്ടോ വിൽക്കുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തി. APയിലെ ജീവനക്കാരനല്ലാത്തതിനാൽ ഫോട്ടോയുടെ അവകാശം നിക് വുഡിന് നൽകുകയായിരുന്നുവെന്നും ഡോക്യുമെന്ററിയിൽ ആരോപിക്കുന്നു. ആ ഫോട്ടോ എടുത്തത് നിക് വുഡ് ആണെന്ന് ഇക്കാലം അത്രയും ലോകം തെറ്റായി കരുതിയത്രേ. പിന്നാലെ വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷൻ അന്വേഷണം തുടങ്ങി. 5 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ നടപടിയെടുത്തു. സംഘടനയുടെ 70 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു നടപടി. ചിത്രത്തിൽ നിന്നും നിക്കിന്റെ പേര് എടുത്തുമാറ്റി. പക്ഷെ ചിത്രത്തിന് നൽകിയ ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. ഫോട്ടോ എടുത്ത സ്ഥലം, അകലം, അന്നേ ദിവസം ഉപയോഗിച്ച ക്യാമറ എന്നിവ വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിക് വുഡ് ആകില്ല അതെടുത്തത് എന്നാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷന്റെ കണ്ടെത്തൽ. എന്നാൽ ഫോട്ടോ എടുത്തത് താൻ തന്നെയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നിക് വുഡ്. വാർത്താ ഏജൻസിയായ APയും പറയുന്നത് ഇതുതന്നെ. ഫോട്ടോയിലുള്ള പെൺകുട്ടി കിം ഹുക്കും നിക് വുഡിനെ പിന്തുണയ്ക്കുന്നു. ചിത്രം നിക്കിന്റേതല്ലെന്ന് വിശ്വസിക്കാനാവാത്ത വിധം ആശങ്കയിലാണ് ഇന്നും നിക്കിന്റെ ചിത്രങ്ങളുടെ ആരാധകർ. Subscribe to One India and never miss an update.